നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദില്ലിയിലെ ജന്തർ മന്ദറിൽ പാറ്റ പാർട്ടികൾ, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ അവിടെ ചില സമരാഭാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നതാണ് അവരുടെ ആവശ്യം. മാത്രമല്ല മറ്റ് രണ്ട് ആവശ്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നു, രണ്ടാമത് നീറ്റ് പരീക്ഷ എഴുതേണ്ടി വന്നു കുട്ടികൾക്ക്. ഇതിൽ മനം നൊന്ത് കുറച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവർക്ക് 1 കോടി രൂപ വീതം ഈ അവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക. അങ്ങനെ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CJP ഇപ്പോൾ അവിടെ സമരം നടത്തുന്നത്. കഴിഞ്ഞ 20-ാം തീയതി, അതായത് തിങ്കളാഴ്ച, CJP ഒരു പാർലമെൻറ്റ് മാർച്ച് നടത്തുന്നു. ആ പാർലമെൻറ്റ് മാർച്ച് അക്രമാസക്തമായി. പാർലമെൻറ്റ് മാർച്ചിൽ വൻതോതിലുള്ള ആക്രമണം അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. പോലീസും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടി. അതീവ സുരക്ഷാ മേഖലയിലേക്ക് അനുവാദമില്ലാതെ മാർച്ച് നടത്തിയതുകൊണ്ട് പോലീസിന് അത് തടയേണ്ടി വന്നു, ബലം പ്രയോഗിക്കേണ്ടി വന്നു. ഉണ്ടായ സംഘർഷത്തിൽ പക്ഷേ ഏറെയും പരിക്കേറ്റത് പോലീസുകാർക്കാണ്. 70 പോലീസുകാർക്കും 20 പ്രക്ഷോഭകർക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭകർ ആക്രമണകാരികളായിരുന്നു എന്ന് വ്യക്തമാണ്. അവർ കേവലം വിദ്യാർത്ഥികളല്ല, മറിച്ച് പരിശീലനം ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടനവധി അക്രമ പ്രവർത്തനങ്ങൾ ചെയ്ത് പരിചയവുമുള്ള ക്രിമിനലുകൾ അക്കൂട്ടത്തിലുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ കണക്കുകൾ. എന്തായാലും ഈ പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. പ്രക്ഷോഭത്തെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒട്ടനവധി ചർച്ചകൾ രാജ്യത്ത് നടക്കുന്ന സമയം കൂടിയാണ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സെലിബ്രിറ്റികളുടെ ഈ ഒരു സമരത്തിന്മേലുള്ള പിന്തുണയാണ്. രഞ്ജിനി ഹരിദാസിനെ നമ്മളവിടെ കണ്ടു, പ്രകാശ് രാജിനെ നമ്മളവിടെ കണ്ടു. ഇപ്പോൾ ഒട്ടനവധി സെലിബ്രിറ്റി താരങ്ങൾ, മമ്മൂട്ടി, അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ മകൾ, അതോടൊപ്പം തന്നെ പൃഥ്വിരാജ്, ചാക്കോച്ചൻ, ഇങ്ങനെ ഒട്ടനവധി സെലിബ്രിറ്റികൾ അവരുടെ സമൂഹ മാധ്യമ പേജുകളിൽ സമരം ചെയ്യുന്ന യുവാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചില പിന്തുണ കുറിപ്പുകൾ എഴുതുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ പോലും കഴിഞ്ഞ ദിവസം ജന്തർ മന്ദറിലെ നടക്കുന്ന ഈ സമരാഭാസത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ സെലിബ്രിറ്റികൾ പുറത്തു വരുന്നത്? നേരത്തെയും പോലീസിൻ്റെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കേരളത്തിലും ദേശീയ തലത്തിലും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ സെലിബ്രിറ്റികളൊന്നും പുറത്തു വന്ന് ഇവിടെ ഇങ്ങനെ ഇത് പോലീസ് ഇങ്ങനെ നടത്തുന്നത് ശരിയല്ല, ജനാധിപത്യത്തിൽ ഇങ്ങനെയാണോ പോലീസ് പെരുമാറേണ്ടത് എന്നൊന്നും ഇവരെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ല. കേരളത്തിൽ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഏറ്റവും ഒടുവിലായി നടന്ന കേരയിൽ വിരുദ്ധ സമരം ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സ്ത്രീയെ 2 വശത്തേക്കും കാലുകൊണ്ട് പൊക്കിയെടുത്ത് ഒരേ വശത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് അത് മനസ്സിലാക്കാം. പക്ഷേ 2 വശത്തേക്കും വലിച്ച് ഇഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി സംഘർഷങ്ങൾ, വലിയ രീതിയിലുള്ള ക്രൂരമായ പോലീസ് മർദ്ദനം സമരക്കാർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അവിടെ സമരക്കാരും അതുപോലെ തന്നെ പോലീസുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാകുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോഴൊന്നും ഈ സെലിബ്രിറ്റികൾ പുറത്തു വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വന്ന് പറയാൻ കാരണം? സെലിബ്രിറ്റികൾ സിനിമയിൽ അഭിനയിക്കും, സീരിയലിൽ അഭിനയിക്കുന്നുണ്ടാവും, പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നുണ്ടാകും, ഈ തുണിക്കടകളും ജ്വല്ലറി ഷോപ്പുകളും ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ടാകും, അല്ല എങ്കിൽ മറ്റേതെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടാകും, അമ്പലങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിശിഷ്ടാതിഥിയായി പോയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ അവർ പങ്കെടുക്കും. പക്ഷേ അവർക്കൊരു കാര്യം മാത്രം മതി, അത് മറ്റൊന്നുമല്ല, പണമാണ്. ഇതിനെല്ലാം അവർ പണം ഈടാക്കും, ഫീസ് ഈടാക്കും. ഇപ്പോൾ സ്വന്തം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ 2 വരി കുറിപ്പ് ഈ പറയുന്ന CJPയുടെ സമരത്തിന് അനുകൂലമായി ഇടാൻ പണം വാങ്ങിയിട്ടുണ്ട് ഈ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അവരുടെ അക്കൗണ്ടുകളിൽ പണം എത്തിയിട്ടുണ്ട്. കാരണം ഇത് ടൂൾ കിറ്റിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഒന്നിനു പുറകെ ഒന്നായി ഈ പറയുന്ന ടൊവിനോ തോമസ്, ഈ കുഞ്ചാക്കോ ബോബൻ എന്നിങ്ങനെ ഒട്ടനവധി ആളുകളുടെ ഫേസ്ബുക്ക് പേജുകളിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നത്. ഇതവർ അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല, എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള അറിവ് കൊണ്ടൊന്നും ആയിരിക്കില്ല. അവർ അവരുടേതായ ലോകത്ത് വിരാജിക്കുന്ന ആളുകളാണ്. പൂർണ്ണമായും പഠിച്ചിട്ടൊന്നുമല്ല ഈ അഭിപ്രായം പറയുന്നത്. അവർക്ക് മുന്നിൽ ഒരു കൊളാബറേഷൻ പ്രപ്പോസൽ ഈ പറയുന്ന ടീം അംഗങ്ങൾ, അതായത് ടൂൾ കിറ്റ് നടത്തുന്ന ആളുകൾ വയ്ക്കും. ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അത് ചെയ്യുന്നതിന് ഇത്ര രൂപ കൊളാബറേഷൻ ഫീസായി അവർ നിശ്ചയിക്കുന്നു. തീർത്തും പ്രൊഫഷണലുകളായ ഇവർ അവരുടെ മാനേജർമാരും സോഷ്യൽ മീഡിയ ടീമും ഒക്കെ ആലോചിച്ചിട്ട് ഈ കാര്യം ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവർ അത് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അതാണ് ഈ സെലിബ്രിറ്റികളുടെ ഇൻവോൾവ്മെൻറ്റ്. അതല്ലാതെ സ്വന്തം ആശയം ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നവരൊന്നുമല്ല ഇതിൽ ഭൂരിഭാഗവും. ഇങ്ങനെ സെലിബ്രിറ്റികളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇതാ ഈ CJPയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സെലിബ്രിറ്റികളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇതാണ്.
വിദേശികളുടെ സാന്നിധ്യമാണ്. ജന്തർ മന്ദറിൽ സമരം നടക്കുന്നുണ്ട്. ജന്തർ മന്ദറിൽ സമരത്തിന് എന്തിനാണ് അമേരിക്കയിൽ നിന്നും യാത്ര ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന വിദേശികൾ പങ്കെടുക്കുന്നത്? സാധാരണഗതിയിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് നടയിലും മറ്റും സമരങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെ സമരങ്ങൾ നടക്കുമ്പോൾ അതുവഴി നടന്നു പോകുന്ന ടൂറിസ്റ്റുകളായ വിദേശികൾ അമ്പരപ്പോടുകൂടി ഇത് നോക്കുകയും ഇവിടെ ഇതെന്താണ് നടക്കുന്നതെന്ന് കണ്ട് ആശ്ചര്യപ്പെടുകയും അത് വീഡിയോയിലും അതുപോലെ തന്നെ ക്യാമറയിലുമൊക്കെ പകർത്തിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വിദേശികൾ ഈ പറയുന്ന സമരത്തിൽ ഇടപെടുകയും സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ഇവിടുത്തെ സർക്കാർ മാറണമെന്നാവശ്യപ്പെടുകയും അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് വിസ എടുത്തിട്ടാണ്, എന്ത് തരം വിസ എടുത്തിട്ടാണ് ഈ അമേരിക്കയിൽ നിന്നും ഈ പറയുന്ന ആളുകൾ ഇന്ത്യയിലെത്തി സമരത്തിൽ പങ്കെടുക്കുന്നത്? സമരത്തിൽ പങ്കെടുക്കാൻ ഏത് നിയമമാണ് ഇവർക്ക് അനുവാദം നൽകിയത്? അമേരിക്കയിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന വിദേശികൾ ഇവരെല്ലാം അമേരിക്കയിൽ നിന്ന് എത്തിയവരാണ്. മാത്രമല്ല ജന്തർ മന്ദറിൽ സജീവമായി കുറേ നാളുകളായി സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്ന ആളുകളുമാണ്. ഇവരെല്ലാം എന്തിനാണ് ഇവിടെ വന്ന് ഇന്ത്യയിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ മാറണം എന്നാവശ്യപ്പെടുന്നത്? എന്ത് അധികാരമാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ഈ വിദേശികൾക്കുള്ളത്? ഇത് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സെലിബ്രിറ്റികൾ ഇതിനൊരു സമാധാനം പറഞ്ഞു തരണം. രണ്ടാമത്തെ കാര്യം എന്നത് ഗുണ്ടകളുടെ സാന്നിധ്യമാണ്. ഈ ഒട്ടനവധി വിദ്യാർത്ഥികൾ ആ സമരം അത് വളരെ പ്രധാനപ്പെട്ട സമരമാണ് എന്ന് കരുതി അവിടെ എത്തിയിട്ടുണ്ട്. SFIയുടെയും അതുപോലെ തന്നെ മറ്റ് പല വിദ്യാർത്ഥി സംഘടനകളുടെയും വിദ്യാർത്ഥികൾ അവിടെ എത്തിയിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളിൽ പലരും ഈ സംഘടിച്ചിരിക്കുന്നവരെല്ലാം വിദ്യാർത്ഥികളാണ് എന്നാണ് വിചാരിച്ച് അവിടെ പോകുന്നത്. പക്ഷേ ഒട്ടനവധി പേർ ആ സമരത്തിൽ പോയി അവിടുത്തെ സാഹചര്യം നേരിട്ട് മനസ്സിലാക്കി തിരികെ പോന്നിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് അവിടെ ഇരിക്കുന്നത് വിദ്യാർത്ഥികളല്ല. 90 മുതൽ 95% പേരും വിദ്യാർത്ഥികളല്ല, വിദ്യാർത്ഥികളുടെ ബന്ധുക്കളുമല്ല. അവരിൽ ദില്ലി നഗരം അറിയപ്പെടുന്ന, ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും അറിയപ്പെടുന്ന, പഞ്ചാബിലെയും അറിയപ്പെടുന്ന ഗുണ്ടകളുടെ സാന്നിധ്യം ഈ ജന്തർ മന്ദറിൽ CJP സമരത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്ന് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ എന്താണ് സെലിബ്രിറ്റികളുടെ അഭിപ്രായം? മൂന്നാമത്തത്, ആരാണ് ഇവർക്ക് ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് എന്നാണ്. വൻതോതിൽ ഡെലിവറി ആപ്പുകൾ അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കൊണ്ട് തള്ളുന്നത് കാണാം. അവർ പറയുന്നത് ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഓർഡർ ചെയ്യുന്നു എന്നാണ്. അതായത് കേരളത്തിൽ നിന്നടക്കം വൻതോതിൽ ജന്തർ മന്ദറിലേക്ക് ഡെലിവറി ആപ്പുകൾ വഴി ഭക്ഷണം എത്തുന്നു എന്ന് ഈ സമരക്കാർ അവകാശപ്പെടുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ നിന്നും ഒരു ബിരിയാണി എനിക്കിപ്പോൾ അങ്ങോട്ട് അയക്കണമെങ്കിൽ ഞാനിത് ആരുടെ പേരിലയക്കും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ ഇത് ഭക്ഷണം ഡെലിവറി ആപ്പുകൾ വഴി ഓർഡർ ചെയ്യാനും അവിടെ എത്തുന്ന ഭക്ഷണപ്പൊതികൾ സ്വീകരിക്കാനും അത് അയക്കാനും വേണ്ടിയുള്ള സുസജ്ജമായ സംവിധാനം CJPയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ടിരുന്നു. അതായത് ഈ പറയുന്ന ഡെലിവറി ആപ്പുകളിലൂടെ വരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിരിക്കുന്നത് ഭൂരിഭാഗവും വിദേശത്ത് നിന്നാണ്. ഗൾഫ് മേഖലയിൽ നിന്നാണ്, പ്രധാനമായിട്ടും ഖത്തറിൽ നിന്നാണ്. ഖത്തറിൽ ഇരുന്നു കൊണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ ഡെലിവറി ആപ്പുകൾ വിതരണം ചെയ്യുകയും അത് ഇവിടെ കൊണ്ടുവന്ന് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹമാണിത് എന്ന് വിളിച്ചു പറയുന്ന തന്ത്രമാണ് CJP ദില്ലിയിൽ പയറ്റുന്നത് എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്തുണയ്ക്കുന്ന സെലിബ്രിറ്റികൾക്ക് ഇക്കാര്യത്തിൽ എന്തു പറയാനുണ്ട്? നിങ്ങൾ എത്ര ബിരിയാണിയാണ് ഈ പറയുന്ന ജന്തർ മന്ദറിലേക്ക് അയച്ചത്? CJPയുടെ സമരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ദീർഘകാലം സമരം ചെയ്യേണ്ടി വരും എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സമരം തുടങ്ങിയത്. ഈ സമരത്തിന് കോടികളാണ് ഇപ്പോൾ ചെലവഴിച്ചിരിക്കുന്നത്. അതായത് ഒട്ടനവധി സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ ഇവർ സ്വാധീനിച്ചിട്ടുണ്ട്. ഓരോ ഇൻഫ്ലുവൻസിനും ഈ പറയുന്ന സമരത്തിന് അനുകൂലമായി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് കൊളാബറേഷൻ ഫീസ് നൽകുന്നുണ്ട്. ഞങ്ങൾ 65,000 രൂപ വരെ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പ്രസിദ്ധീകരിച്ചാൽ കൊളാബറേഷൻ ഫീസ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന് കത്ത് നൽകിയിട്ടുണ്ട്. വെറും വാക്കല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇവർ കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തുകൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ ഇൻഫ്ലുവൻസേഴ്സായി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന, നമ്മൾ സ്ഥിരമായി വീഡിയോകൾ പലരും കാണാറുണ്ടായിരുന്ന പലരും ഈ അടുത്ത കാലത്ത് ഈ CJP പ്രൊട്ടസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരത്തിലുള്ള പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഫുഡ് വ്ളോഗ് ഉണ്ടാക്കുന്നവർ, ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവർ, സെക്സ് കോച്ചായി സ്വയം അവതരിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നവർ, ഇവരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് കൊളാബറേഷൻ ഫീസ് നൽകി ഇത്തരത്തിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. 65,000 രൂപ ഒരു വീഡിയോ എന്നതാണ് കണക്ക്. എന്ന് പറഞ്ഞാൽ
കോടികൾ ഇതിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥമാണ്. വെറുതെ ഒരു സമരമല്ല. 200 മുതൽ 300 കോടി രൂപ വരെയാണ് CJPക്ക് പിന്നിലുള്ള ആളുകൾ ഇതുവരെ ദില്ലി സമരത്തിന് വേണ്ടി ചെലവഴിച്ചത് എന്ന് കണക്കാക്കപ്പെടുന്നു. പിന്തുണയ്ക്കുന്ന സെലിബ്രിറ്റികൾക്ക് എന്തു പറയാനുണ്ട്? അവരുടെ അക്കൗണ്ടിലും ഇതിൻ്റെ വിഹിതം വന്നു കാണുമല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ എൻ്റെ ഒരു സുഹൃത്തിനായി, അദ്ദേഹം മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്ത് ഒരു ആവശ്യത്തിനായി എത്തുകയാണ്. അദ്ദേഹത്തിന് താമസിക്കാനായി ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാനായി ഞാൻ നേരിട്ട് ഒരു ഹോട്ടൽ, തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു ഹോട്ടലിൻ്റെ റിസപ്ഷനിലെത്തി. ഞാൻ പറഞ്ഞ ദിവസം ആ ഹോട്ടലിൽ റൂമുകൾ ഒഴിവില്ലായിരുന്നു. റിസപ്ഷനിസ്റ്റ് എന്നോട് പറഞ്ഞത് CJPക്കാരുടെ സമരം ഇന്ന് രാത്രി മാനവീയം വീഥിയിലുണ്ട് എന്നുള്ളതാണ്. ആ സമരത്തിനായി റൂമുകളെല്ലാം കൂട്ടത്തോടുകൂടി ബുക്ക് ചെയ്തിരിക്കുകയാണ് എന്നാണ്. എന്നാൽ മാനവീയം വീഥിയിൽ അത്ര കണ്ട് ജനകീയ പങ്കാളിത്തമൊന്നും CJPയുടെ സമരത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ ജനകീയ പങ്കാളിത്തം ഉറപ്പില്ലാത്ത ഒരു സമരത്തിന് തിരുവനന്തപുരം നഗരത്തിലെ വലിയ ബഡ്ജറ്റ് ഹോട്ടലൊന്നുമല്ല, അത്യാവശ്യം പണം നൽകി ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ അത്യാവശ്യം ചാർജ് ചെയ്യുന്ന ഹോട്ടലുകളിൽ എന്തിനാണ് കൂട്ടത്തോടു കൂടി റൂം ബുക്ക് ചെയ്തത്? ആരാണ് റൂം ബുക്ക് ചെയ്തത്? ഇതിനു വേണ്ടി ഒഴുക്കിയ പണം എത്രയാണ്? ഇതെല്ലാം വലിയ ഒരു ദുരൂഹ ഫണ്ടിംഗ് ഏജൻസിയുടെ സാന്നിധ്യം പ്രകടമാക്കുന്നതാണ്. വിദേശ ഏജൻസികൾക്കടക്കം ഈ സമരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയാമായിരുന്നു എന്ന് വ്യക്തമാണ്. അതായത് ജൂലൈ 17-ാം തീയതി അമേരിക്കയുടെ ഇന്ത്യൻ കൗൺസിലേറ്റ് പുറത്തിറക്കിയ പൗരന്മാർക്കുള്ള മുന്നറിയിപ്പ് കത്താണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ജൂലൈ 20-നും ജൂലൈ 21-നും ഈ പറയുന്ന ജന്തർ മന്ദറിലും പാർലമെൻറ്റിന് സമീപവും അതിന് ചുറ്റുമുള്ള ചില പ്രദേശങ്ങളിലുമെല്ലാം വലിയ രീതിയിലുള്ള സമരങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നും ഈ സമരം അക്രമാസക്തമാകുമെന്നും അതുകൊണ്ട് തന്നെ പൗരന്മാരും എംബസി ഉദ്യോഗസ്ഥരുമെല്ലാം യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുമൊക്കെയാണ് ഈ ഒരു മുന്നറിയിപ്പിലുള്ളത്. ജന്തർ മന്ദറിൽ നിന്ന് പാർലമെൻറ്റ് മാർച്ച് നടക്കുമെന്നും ആ പാർലമെൻറ്റ് മാർച്ചിൽ ഇത്തരത്തിലുള്ള അക്രമം നടക്കുമെന്നും അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസിക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് അമേരിക്കൻ എംബസി പുറത്തിറക്കിയ ഈ മുന്നറിയിപ്പിലൂടെ വ്യക്തമാകുന്നത്. ഈ എംബസി ഈ കത്ത് പുറത്തിറക്കിയിരിക്കുന്നത് ജൂലൈ 17-നാണ്. അക്രമം നടന്നിരിക്കുന്നത് ജൂലൈ 20-നുമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, എന്താണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശം? അത് പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനമാണ് എന്ന് വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇടിക്കുക എന്നുള്ളതാണ്. താഴെയിടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഡാമേജ് കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളത് വ്യക്തമാണ്. അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പിന്തുണ, അല്ലെങ്കിൽ പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ ഒരു ബി ടീമായി അഭിജിത് ദീപ്കയും സംഘവും പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം രാജ്യത്താകമാനം മുഴങ്ങുകയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖത്തറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡെലിവറി ആപ്പുകൾ വഴി ഈ പറയുന്ന പാറ്റ പാർട്ടികളുടെ അംഗങ്ങൾക്ക് ബർഗറും അതുപോലെ തന്നെ പിസയും ഒക്കെ എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ വലിയ സജ്ജീകരണങ്ങൾ ആവശ്യമാണ്. ആ സജ്ജീകരണങ്ങൾ നടത്താനായി ഇന്ത്യയിൽ നിന്നും ചില രാഷ്ട്രീയക്കാർ ഖത്തറിൽ എത്തിയിരുന്നു എന്ന സൂചന ലഭിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് രാഹുൽ ഗാന്ധി ഖത്തറിൽ നിൽക്കുന്ന ചിത്രമാണ്. ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ സമരം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം നടത്തിയ വിദേശ യാത്രക്കിടയിൽ അദ്ദേഹം സന്ദർശനം ഖത്തറിലും നടത്തിയിരുന്നു. ഖത്തറിലും ചില സജ്ജീകരണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പോയത് എന്നൊരു ചോദ്യം നേരത്തെ BJP ചോദിച്ചിരുന്നതാണ്. അതായത് അതീവ ദുരൂഹമായ ചില യാത്രകളാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് രാഹുൽ ഗാന്ധി ഖത്തറിൽ നിൽക്കുന്ന ചിത്രമാണ് എന്ന് ചില വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഖത്തറിൽ പോയത്? തൊട്ടു പിന്നാലെ ഖത്തറിൽ നിന്നും ഈ പറയുന്ന പാറ്റ പാർട്ടിയിലെ അണികൾക്ക് ബർഗറും പിസയും ഒക്കെ എത്തിയത്. ഇന്നിപ്പോൾ സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. അതൊരു വലിയ വിജയമായിട്ടാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാതിരാത്രിക്ക് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇതുവരെ മൗനം പാലിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ വിജയമായി കാണുന്നു. സോനം വാങ്ചുക്കിന് ജ്യൂസ് നൽകാനായി കേന്ദ്രമന്ത്രി JP നദ്ദ തന്നെ നേരിട്ട് വന്നു. ഇത് ഞങ്ങളുടെ വിജയമാണ് എന്നൊക്കെ പാറ്റ പാർട്ടികളെ പിന്തുണയ്ക്കുന്നവർ ഇന്ന് ചില പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് സോനം വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചത്? സോനം വാങ്ചുക്ക് ഇന്നലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കത്തെഴുതുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്. ഞാൻ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണ്.
ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നാൽ മതി. കുട്ടികൾക്കെതിരായുള്ള കേസ് അത് ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള ചില ഡിമാൻഡുകൾ സോനം വാങ്ചുക്ക് മുന്നോട്ട് വെച്ചു. സോനം വാങ്ചുക്കും കേന്ദ്ര സർക്കാരും തമ്മിൽ ചർച്ച നടന്നു. സോനം വാങ്ചുക്കും കേന്ദ്ര സർക്കാരും തമ്മിൽ രമ്യതയിലെത്തി. അവർ തമ്മിൽ ചില ഡീലുകൾ ഉണ്ടാക്കി. ആ ഡീലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആ ഡീലിൻ്റെ ഭാഗമായി സോനം വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിക്കുന്നു. കേന്ദ്രമന്ത്രി നേരിട്ട് വന്ന് ഇദ്ദേഹത്തിന് ജ്യൂസ് നൽകി നിരാഹാരം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം സമരം അവസാനിച്ചതായി സോനം വാങ്ചുക്ക് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ജന്തർ മന്ദറിലെ സമരം നിർത്തില്ല എന്ന് അഭിജിത്ത് ദീപ്കെ പറയുന്നുണ്ട്. ഇതെന്ത് സമരമാണ്? വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം ആരംഭിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചില്ല, മറ്റ് വ്യവസ്ഥകളൊന്നും അംഗീകരിച്ചില്ല. ഇതൊന്നും അംഗീകരിക്കാതെ ഈ പറയുന്ന സോനം വാങ്ചുക്ക് നിരാഹാരം നിർത്തിയത് എന്തുകൊണ്ടാണ്? സോനം വാങ്ചുക്കിന് മുമ്പ് അഭിജിത്ത് ദീപ്കെ 20-ാം തീയതി നിരാഹാരം അവസാനിപ്പിച്ചത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, സോനം വാങ്ചുക്ക് കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾ തൃപ്തരല്ല എങ്കിൽ, കേന്ദ്ര സർക്കാർ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ തൃപ്തരല്ല എങ്കിൽ എന്തിനാണ് കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിരാഹാരം അവസാനിപ്പിച്ചത്? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയുണ്ട്, പക്ഷേ സമരം മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ. ജന്തർ മന്ദറിലെ സമരം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ പറഞ്ഞിരിക്കുന്നത്. എന്തിന്? ഏതുവരെ തുടരും? പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം വരെ തുടരും. പാർലമെൻറ്റിൽ അതീവ പരിതാപകരമാണ് പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ. മാത്രമല്ല, പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ പുറത്തിങ്ങനെ ഒരു കലാപം ചൂണ്ടിക്കാട്ടി ഇന്ത്യ മൊത്തം വലിയ പ്രശ്നമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയും. അതിനുവേണ്ടി 200 മുതൽ 300 കോടി രൂപ വരെയാണ് ഒഴുക്കിയിരിക്കുന്നത് ഈ സമരത്തിന് വേണ്ടി എന്ന് പല ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പണം അറേഞ്ച് ചെയ്തതെന്നും രാഹുൽ ഗാന്ധി വിദേശയാത്ര നടത്തിയത് ഈ പറയുന്ന രംഗങ്ങൾ സൃഷ്ടിക്കാനാണ് എന്നും പലരും ആരോപിക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് നോക്കിയാൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ശരിയല്ല എന്നാർക്കും പറയാൻ കഴിയില്ല. എന്തായാലും വലിയ ഗൂഢാലോചന ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഢാലോചനകളൊന്നുമില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഈ പാറ്റാ സമരത്തെ, അല്ലെങ്കിൽ വിദ്യാർത്ഥി സമരം എന്ന പേരിൽ ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരാഭാസത്തെ പിന്തുണയ്ക്കുന്ന സെലിബ്രിറ്റികൾ ഈ പറയുന്ന, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഒന്ന് ഉത്തരം പറഞ്ഞാൽ നന്നായിരുന്നു.